മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. മില്ലറ്റ് ചേർത്തിട്ടുള്ള ദോശയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണിത്. അതുപോലെ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. മില്ലറ്റ് നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ അരിയാണ് എടുത്തിട്ടുള്ളത്. പലതരത്തിലുള്ള മില്ലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുകൊണ്ട് ദോശയും ഇഡ്ഡലിയും നമ്മൾ സാധാരണ അരി കൊണ്ട് തയ്യാറാക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. 1.5 കപ്പ് ചാമയരിയാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് അഴുക്കുണ്ട്. അതുകൊണ്ട് 4-5 പ്രാവശ്യമൊക്കെ ഈ വെള്ളം ഒന്ന് ക്ലിയർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊരു 4 മണിക്കൂറൊക്കെ കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കുതിർത്താനായിട്ട് വയ്ക്കുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ അരിയുടെ ദോശ തയ്യാറാക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്. ഇത് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് കഴുകി എടുക്കാം. ഇതിലേക്ക് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് വെക്കാം. കാരണം നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചാമയരി കുതിർക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കാറില്ല. അത് കഴുകി എടുക്കത്തേ ഉള്ളൂ അതിൽ നിന്നും. അപ്പം വെള്ളം ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിത് കുതിർത്താൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഒന്നും കൂടെ കഴുകിയിട്ട് ഈ വെള്ളം മാറ്റിയിട്ട് എടുത്തിട്ട് വരാം. ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ചാമയരി നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഉഴുന്ന് കുതിർത്തിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ചാമയരിയും അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട്. ഏത് ചോറ് വേണേലും ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കൈ വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 മുതൽ 12 മണിക്കൂർ വരെ നമുക്കിത് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് അരച്ച് വയ്ക്കുന്നത്. രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണ് വെക്കുന്നതെങ്കിൽ അതിന് 12 മണിക്കൂറിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഞാനിപ്പോൾ ഇതോടെ വെച്ചിട്ട് ഒരു 10-11 മണിക്കൂറായിട്ടുണ്ട്. മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ തയ്യാറാക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടായ തവയിലേക്ക് ഓരോ തവി വീതം കോരി ഒഴിച്ച് ദോശ തയ്യാറാക്കാം. ദോശയുടെ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് അല്പം വെള്ളം തളിച്ച് പാനിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ദോശയുടെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടില്ല. ചെറിയ ദോശ വേണേലും തയ്യാറാക്കാം. ഞാനിവിടെ അല്പം വലുതായിട്ടാണ് തയ്യാറാക്കുന്നത്. കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ആയി വരുമ്പോഴേക്കും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ദോശയുടെ മുകൾ ഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അല്പം ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അതിന് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തതാണ്. ഇനി ഞാൻ ഇതുപോലെ ഇതൊന്ന് മടക്കി എടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗീയൊക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അല്പം ഗീയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിലോ ഗീയോ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ പോലെ തന്നെയാണ് ദോശ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മില്ലറ്റ് ദോശ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. മില്ലറ്റ് ചേർത്തിട്ട് നമുക്ക് ദോശ മാത്രമല്ല ഇഡ്ഡലി വേണമെങ്കിലും തയ്യാറാക്കാം. ഇപ്പോൾ പ്രമേഹ രോഗികളൊക്കെ ഇതുപോലെ മില്ലറ്റ് ചേർത്തിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ അരിയുടെ പലഹാരത്തിന് പകരം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഷുഗറൊക്കെ കുറയാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിഷ്ടമുള്ള ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്.
ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.